കുടിവെള്ളം ആവശ്യപ്പെട്ട് മന്ത്രിയുടെ വസതിയിലേക്ക് അല്പം മുമ്പ് ഒരു പ്രതിഷേധ മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചു. അവിടെ ജലംഗീരങ്കി പ്രയോഗമുണ്ടായി. കുടത്തിൽ വെള്ളം ശേഖരിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ആ ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഗോകുൽ വി എസും ഒപ്പം അമൽ തേനമ്പറമ്പിലുമുണ്ട്. ആദ്യം ഗോകുലിലേക്ക്. ഗോകുൽ, ഈ ജലപീരങ്കിയിൽ വെള്ളം ഉണ്ടായിരുന്നു ആവശ്യത്തിന്? രതീഷ് ഈ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 4 ദിവസമായി സമാനതകളില്ലാത്ത വലിയ ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് തിരുവനന്തപുരത്തെ ജനജീവിതം മുമ്പോട്ട് പോകുന്നത്. 45-ലധികം വരുന്ന വാർഡുകളിൽ ഈ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ട് വളരെ വലിയ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധവുമായിട്ട് ക്ലിഫ് ഹൗസിനടുത്തുള്ള മന്ത്രിയുടെ വസതിയിലേക്ക്, മന്ത്രി റോഷിയുടെ വസതിയിലേക്ക് ഇത്തരത്തിൽ മാർച്ചുമായി മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അധികം പ്രവർത്തകർ എത്തുന്നതിന് മുമ്പ് തന്നെ 30ഓളം പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരുടെ അടുത്തേക്കാണ് ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വാഹനത്തിലും വലിയ വെള്ളം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 1-2 തവണ സ്പ്രേ ചെയ്യാൻ മാത്രമുള്ള വെള്ളം മാത്രമാണ് അത്തരത്തിൽ വരുണിലും ഉണ്ടായിരുന്നത്. അതാണ് ഈ പ്രവർത്തകരുടെ അടുത്തേക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. അത് ഈ പ്രവർത്തകർ തന്നെ കലങ്ങളിലും കുടങ്ങളിലും ഒക്കെ ആയിട്ട് പിടിച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരത്തെ ഈ ദുരിതം വലിയ രീതിയിൽ തന്നെ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അത് ഇനി വെള്ളം കിട്ടുന്നത് വരെ ഇത്തരത്തിൽ പ്രതിഷേധമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഈ പ്രതിഷേധത്തിൽ വലിയ രീതിയിൽ തന്നെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തമ്മിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. ബാരിക്കേഡുകൾ തള്ളി മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതിനിടെയാണ് ഇത്തരത്തിൽ വരുൺ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം, ജലപീരങ്കി പ്രയോഗിച്ചു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കുളത്തിലും മറ്റും വെള്ളം ശേഖരിക്കുന്നു. അങ്ങനെ ഒരു സമരമാണ് അവിടെ നടന്നത്. ജലപീരങ്കിയിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ വീടുകളിൽ വെള്ളമില്ലാത്ത ദുസ്ഥിതി തുടരുന്നു. വൈകിട്ടോടുകൂടി പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ പങ്കുവയ്ക്കുന്നത്.